എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും അതിന്റെ പുതുവത്സര ആശംസകൾ. ഹാപ്പി ന്യൂ ഇയർ. ആഘോഷരാവാണ്, ആഹ്ലാദത്തിന്റെ ആരവത്തിന്റെ ആ ഒരു വേളയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. കാത്തിരിപ്പിന്റെ നിമിഷങ്ങൾക്ക് ഇനി വിരാമം. 2025 സൂര്യൻ അങ്ങനെ അവസാനിച്ചിരിക്കുന്നു. ഒപ്പം ഈ കലണ്ടറിന്റെ അവസാന താളം അറിയാൻ പോകുകയാണ്. ഇനി നിമിഷങ്ങൾ മാത്രം ബാക്കിയല്ലേ? പ്രതീക്ഷയുടെ പ്രത്യാശയുടെ ഒരു പുതിയ വർഷം കൂടിയാണ് നമുക്ക് മുന്നിലേക്ക് കടന്നു വരുന്നത്. ആക്ച്വലി നമുക്കറിയാം, ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും ആഘോഷത്തിന്റെ തിമിർപ്പാണ് അല്ലെ? പുതിയ കാലത്തെ അത്രത്തോളം പ്രതീക്ഷയോടെയാണ് സ്വാഗതം ചെയ്യുന്നത്. പുതിയ പ്രതീക്ഷകൾ എന്ന് പറയുമ്പോൾ പുതിയ സ്വപ്നങ്ങളാണ്. ആ ഒരു പുതിയ ഭാവുകങ്ങൾ നേരുകയാണ്, ആശംസകൾ നേരുകയാണ് ഓരോരുത്തരും. 2025 നമുക്ക് എന്തായാലും ഒരുമിച്ചൊരു സലാം പറഞ്ഞുകൊണ്ട് നമുക്ക് സലാം പറയാം. അതിന്റെ എല്ലാ ആശംസകളും 2026. അതെ, അത് സെം ടു യു. അതേപോലെ ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും പ്രത്യാശയുടെയും ആഹ്ലാദത്തിന്റെയും അങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ഒരു വർഷമാകട്ടെ ഈ 2025. അതിന് നമ്മുടെ എല്ലാ പ്രേക്ഷകരോടും നമുക്ക് പറയാനുള്ളത്, ഇവിടെ നമുക്ക് കോവളത്ത്, ശംഖുമുഖത്ത്, തിരുവനന്തപുരത്ത്, തലസ്ഥാനത്ത്, അങ്ങനെ സംസ്ഥാനത്തുടനീളം എല്ലാ ഭാഗങ്ങളിലും ആഘോഷത്തിന്റെ ഒരു തിമിർപ്പാണ്. പ്രത്യേകിച്ച് യുവത്വം അപാരവൃദ്ധം എന്ന് പറയാം അല്ലേ? നിങ്ങൾ തൊട്ട് യുവാക്കൾ, പ്രായ വ്യത്യാസമില്ലാതെ എല്ലാവരും പുതിയ വർഷത്തെ അത്രത്തോളം വർണ്ണാഭമായി സ്വാഗതം ചെയ്യുകയാണ്. ഒരു കളർഫുൾ ആണ്, കളർഫുൾ വൈബാണ് എല്ലായിടത്തും നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമ്മുടെ ന്യൂസ് ഫ്ലോറും റെഡിയാണ്, നമ്മുടെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരും റെഡിയാണ്, നമ്മുടെ ക്യാമറാമാൻ അഭിലാഷ് കളറയും റെഡിയാണ്, KP ഞാനും റെഡിയാണ്. KP റെഡിയാണല്ലോ? യെസ്. നമുക്ക് ന്യൂ ഇയറിലേക്ക് പോകുന്നത്, എനിക്ക് KP എടുത്തൊരു ചോദ്യം ചോദിക്കാനുണ്ട്. ഈ 2025 പാളിപ്പോയ എന്തെങ്കിലും ന്യൂ ഇയർ റെസൊല്യൂഷൻ ഉണ്ടായിരുന്നു? അല്ല, നമ്മൾ ഓരോ വർഷം പുതിയ വർഷങ്ങൾ വരുമ്പോൾ നമ്മൾ ഒരുപാട് മനസ്സിൽ കരുതാറുണ്ട്, ഈ വർഷം ഇന്നത് ചെയ്യണം, അല്ലെങ്കിൽ പ്രതീക്ഷ നിറഞ്ഞതാകട്ടെ പുതിയ വർഷം. പക്ഷേ നമുക്കെല്ലാം ഒരുപാട് ആഗ്രഹിച്ചാലേ നമുക്ക് ചെറുതായിട്ടെങ്കിലും കിട്ടും, ആഗ്രഹിച്ചില്ലെങ്കിൽ ഒന്നും കിട്ടില്ല അല്ലേ ചേച്ചി? അപ്പം ചോദ്യത്തിന് ഉത്തരം കിട്ടില്ല. അവിടെയാണ് ഉത്തരത്തിലേക്കാണ് വരുന്നത്. അപ്പം ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട്, പക്ഷേ തീരെ കിട്ടാതിരുന്നിട്ടില്ല, എങ്കിലും അത്രത്തോളം കിട്ടിയിട്ടുമില്ല. പക്ഷേ ഏറ്റവും വലിയ ഒരു സന്തോഷം എന്ന് പറയുന്നത്, ഈ ആഗ്രഹിച്ചതിന്റെ പകുതിയോളം എനിക്ക് ഇതാ ഒരു 2026 അതിന് മുന്നേ ചില ശുഭ സൂചനകൾ, നല്ല തുടക്കത്തിലേക്കുള്ള ഒരു യാത്രയിലേക്ക് ഇങ്ങനെ കാലെടുത്ത് വയ്ക്കാം എന്ന് പറയാറില്ലേ? അങ്ങനെ ചില നല്ല നല്ല തീർച്ചയായിട്ടും. അപ്പോൾ മാധ്യമ പ്രവർത്തനത്തോടൊപ്പം തന്നെ ഒരു ഭാഗത്ത് പണ്ട് മുതലേയുള്ള സ്വപ്നമാണ്, കുറച്ച് സിനിമകൾ മുഖം കാണിക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പം അതിനേക്കാളും നല്ല ഒരു പുതിയ പുതിയ വേഷങ്ങളിലേക്ക് ആഗ്രഹിച്ചതുപോലെ കിട്ടുന്നു, അല്ലെങ്കിൽ കയ്യെത്തും ദൂരത്തുണ്ട് സിനിമയാണ്. അതായത് ചുരുക്കി പറഞ്ഞാൽ ജനം ടിവിയുടെ ഫ്ലോറിൽ 2026 താങ്കളെ കാണാം. തീർച്ചയായിട്ടും. കാരണം അതിൻ്റെ ഇടയിൽ കൂടി ആഗ്രഹിക്കുന്ന ചെറിയ ചെറിയ വേഷങ്ങൾ ലഭിക്കണം. അത് ലഭിച്ച വേഷങ്ങൾ ശരിക്കുള്ളവർ മോശം പറയാത്ത രീതിയിൽ അഭിനയിക്കണമെന്ന് മാത്രമേ ആഗ്രഹമുള്ളൂ. അങ്ങനെ അല്ല, ഇത്രയും ഞാൻ പറഞ്ഞു. ഇനി അശ്വതിയുടെ 2025 എങ്ങനെയായിരുന്നു? 2025 ഡ്രൈവിംഗ് പഠിക്കണം എന്ന് വിചാരിച്ചു, ചെറുതായിട്ട് നടന്നു. ചെറുതായിട്ട് ഡ്രൈവിംഗ് പഠിക്കുക, 8 എടുക്കാൻ കുറച്ച് കഷ്ടപ്പെട്ടു. അതുകൊണ്ട് ലേണേഴ്സ് മാത്രം കിട്ടി. പിന്നെ ജിമ്മിൽ കുറച്ച് നാൾ പോയി, പിന്നെ കുറേ പുസ്തകം വായിച്ചു, കുറച്ചൊക്കെ ബക്കറ്റ് ലിസ്റ്റിലുള്ളത് നടന്നു. ഈ അശ്വതി ജിമ്മിൽ പോകാൻ തുടങ്ങിയതിന് ശേഷമാണ് ഇവിടെ കുറേ ആൾക്കാർ ഇങ്ങനെ ജിമ്മിലൊക്കെ അതിൽ കുറെ ആൾക്കാരെ നമ്മുടെ പ്രേക്ഷകർക്ക് അറിയാൻ സാധിക്കും, അവരുടെ ഫോട്ടോസും വിഷ്വൽസ് ഒക്കെ നമുക്ക് കാണാറുണ്ട് അവർ. അതെ അതെ, പ്രത്യേകിച്ച് നമ്മുടെ ന്യൂസ് എഡിറ്റർ അനിൽ സാറിന്റെ ഫോട്ടോസ് ഒക്കെ വൈറലാണ്. അനിൽ നമ്പ്യാർ. അനിൽ നമ്പ്യാരുടെ ഫോട്ടോകളൊക്കെ സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. അതെ അതെ അതെ. മറ്റൊരാൾ കൂടി ഉണ്ട് നമുക്ക്, പക്ഷേ വെളിപ്പെടുത്തണോ? ഇപ്പൊ വെളിപ്പെടുത്തണ്ട അല്ലേ? വേണ്ടല്ലേ. അയാൾ ആ ഒരു അകാര സൗഷ്ഠത്തോടെ ഈ ഫ്ലോറിലേക്ക് തന്നെ വരും. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മുടെ ഡെസ്ക് കോർഡിനേറ്റർ ഗൗതം അനന്തനാരായണനും ഈ ന്യൂസ് ഫ്ലോറിന് പിറകിലിരുന്ന വാർത്തകൾ നിയന്ത്രിക്കുകയാണ്. ഏതായാലും നമുക്ക് തോന്നുന്നു അശ്വതി, നമുക്ക് വൈബ്, ഇങ്ങനെ കളർഫുൾ ആയിട്ടുള്ള വൈബാണ് നമുക്ക് ചുറ്റും നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആ മനോഹരമായ കാഴ്ചകളിലേക്ക് പോയിട്ട് നമുക്ക് തിരികെ എത്താം. തീർച്ചയായും KP. അപ്പോൾ തലസ്ഥാനം മാത്രമല്ല, കേരളത്തിന് അങ്ങോളം ഇങ്ങോളം ഇങ്ങനെ വൈബോട് വൈബാണ്. ന്യൂ ഇയർ ആഘോഷിക്കുകയാണ്. അപ്പോൾ ആ ദൃശ്യങ്ങളിലേക്കാണ് പ്രേക്ഷകർ ഇനി പോകുന്നത്.
कोई हमसे ना हो जाए അങ്ങനെ 2026 വരവേൽക്കാൻ കേരളം ഒന്നാകെ ഒരുങ്ങിയിരിക്കുകയാണ്. ആഘോഷമാണ്, ആവേശമാണ്. 2025 പടിവാതിൽ ഉപേക്ഷിക്കാൻ സമയമായിരിക്കുന്നു. എന്നാലും ഒരുപാട് ഓർമ്മകളും സന്തോഷങ്ങളും ഒക്കെ പങ്കുവെച്ച വർഷമായിരിക്കാം ചില പ്രേക്ഷകർക്ക് 2025. എന്നാൽ ഈ വർഷത്തിൽ നമ്മെ തളർത്തിയ ചില വാർത്തകളുണ്ട്, ചില നിമിഷങ്ങളുണ്ട്, ഭയപ്പെടുത്തിയ നിമിഷങ്ങളുണ്ട്. അപ്പോൾ അതെല്ലാം നമുക്ക് ഈ പടിവാതിൽക്കൽ തന്നെ ഉപേക്ഷിച്ചിട്ട് 2026 വളരെ പോസിറ്റീവായി വളരെ സന്തോഷത്തോടെ 2026 വരവേൽക്കാൻ കേൾപ്പി അല്ലേ? തീർച്ചയായിട്ടും ഐശ്വര്യ പറഞ്ഞതുപോലെ തന്നെ 2025 പല വേദനകളും നമുക്കുണ്ടാകും, പല നഷ്ടങ്ങളും ഉണ്ടാകും. ആഗ്രഹിച്ചതൊക്കെയും ഒരുപാട് നമുക്ക് ലഭിച്ചിട്ടുണ്ടാകും, ഒരുപാട് ചിലപ്പോൾ മിസ്സായിട്ടുണ്ടാകും. പക്ഷേ അതൊക്കെയും നമുക്ക് 2026 ഇരു കൈ നീട്ടി സ്വീകരിക്കണം, പിടിച്ചു വാങ്ങണം അല്ലേ? നമ്മൾ ഏതൊരു സൗഭാഗ്യമായാലും ഏതൊരു നേട്ടമായാലും നമ്മുടെ ഉള്ളം കയ്യിൽ വെച്ച് ആരും തരില്ല. പക്ഷെ നമ്മൾ ആഗ്രഹിക്കണം, പരിശ്രമിക്കണം. അങ്ങനെ ആ പരിശ്രമം വിജയിക്കുന്ന, പ്രതീക്ഷകൾ സഫലമാകുന്ന ഒരു വർഷമാകട്ടെ 2026 അല്ലേ?